ഹായ് ഡിയർ സ്റ്റുഡൻസ്, എല്ലാവർക്കും അഭിരാമി സോഷ്യോളജിയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 സോഷ്യോളജിയുടെ 4ാമത്തെ ചാപ്റ്ററാണ്. 4ാമത്തെ ചാപ്റ്ററിൻ്റെ ടൈറ്റിൽ കൾച്ചർ ആൻഡ് സോഷ്യലൈസേഷൻ എന്നാണ്. സംസ്കാരവും സാമൂഹിക വൽക്കരണവും. അപ്പോൾ എന്താണ് സംസ്കാരം, എന്താണ് സാമൂഹികവൽക്കരണം, ഇത് രണ്ടും എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നതൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് എന്താണ് സംസ്കാരം എന്നത് മനസ്സിലാക്കാം. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള ആളുകളുമായിട്ടുള്ള സോഷ്യൽ ഇൻറ്ററാക്ഷനിലൂടെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ഒന്നാണ് സംസ്കാരം അഥവാ കൾച്ചർ. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് കൾച്ചറിനെ നമുക്ക് കൾച്ചർ ഈസ് എ ക്യുമുലേറ്റീവ് ക്രിയേഷൻ ഓഫ് മാൻ എന്ന് പറയാം. അതായത് മനുഷ്യൻ ഉണ്ടാക്കിയെടുക്കുന്ന ഒന്നാണ് എന്ത് സംസ്കാരം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ താമസിക്കുന്ന സ്ഥലവുമായിട്ട് സംസ്കാരത്തിന് ബന്ധമുണ്ട്. ഇപ്പോൾ സിറ്റിയിൽ താമസിക്കുന്ന ആളുകളുടെ സംസ്കാരം, അവരുടെ വേ ഓഫ് തിങ്കിങ്, വേ ഓഫ് ബിഹേവിയർ ഇതൊന്നും തന്നെ ആയിരിക്കില്ല ഒരു വില്ലേജ് ഏരിയയിൽ താമസിക്കുന്ന ആളുകളുടേത്, അല്ലേ? എല്ലാത്തിലും മാരേജ് ഫങ്ഷനിൽ വ്യത്യാസമുണ്ട്, ആചാരാനുഷ്ഠാനങ്ങളിൽ വ്യത്യാസമുണ്ട്, ജോബിൽ വ്യത്യാസമുണ്ട്, അല്ലേ? അതേപോലെ തന്നെ ഈ ഒരു വില്ലേജ് ഏരിയയിൽ താമസിക്കുന്ന ആളുകളുടെ സംസ്കാരം ആയിരിക്കില്ല ഒരു ഫോറസ്റ്റ് ഏരിയ, അതായത് ട്രൈബൽ പീപ്പിളിന് അവരുടേത് വ്യത്യസ്തമായിട്ടുള്ള ആചാരങ്ങളും വിശ്വാസങ്ങളും വസ്ത്രധാരണ രീതികളും ഭക്ഷണ രീതികളും ഒക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മൾ താമസിക്കുന്ന സ്ഥലവുമായിട്ട് എന്തിന് ബന്ധമുണ്ട്? സംസ്കാരത്തിന് ബന്ധമുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, അതായത് ബേസിക്കായിട്ട് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കണം. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് കൾച്ചർ, അല്ലെങ്കിൽ കൾച്ചർ എന്ന് പറയുന്നത് എന്തൊക്കെ ഘടകങ്ങൾ ഉൾക്കൊണ്ടതാണ് എന്നതാണ്. അപ്പോൾ സോഷ്യോളജിയുടെ സ്റ്റുഡൻസ് ആയിട്ടുള്ള നിങ്ങൾ എപ്പോഴും സോഷ്യോളജിയിലെ ഏത് കാര്യത്തെക്കുറിച്ച് പഠിക്കുമ്പോഴും അതിൻ്റെ ഒരു ഡെഫിനേഷൻ പഠിച്ചു വയ്ക്കണം. അപ്പോൾ ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് ബ്രോണിസ് മലിനോസ്കി എന്ന് പറയുന്ന സോഷ്യോളജിസ്റ്റിൻ്റെ ഒരു ഡെഫിനേഷനാണ്. കൾച്ചർ കംപ്രസൈസസ് ഇൻഹെറിറ്റഡ് ആർട്ടിഫാക്ട്സ്, ഗുഡ്സ്, ടെക്നിക്കൽ പ്രോസസ്സസ്, ഐഡിയാസ്, ഹാബിറ്റ്സ് ആൻഡ് വാല്യൂസ്. അതായത് സംസ്കാരം എന്നത് പാരമ്പര്യമായിട്ട് കൈമാറി ലഭിച്ച കലാവസ്തുക്കൾ, സാങ്കേതിക പ്രക്രിയകൾ, ആശയങ്ങൾ, ശീലങ്ങൾ, മൂല്യങ്ങൾ എന്നിവയൊക്കെ ഉൾക്കൊണ്ടതാണ് എന്നാണ് ആര് പറയുന്നത്? ബ്രോണിസ് മലിനോസ്കി പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എന്തൊക്കെ കാര്യങ്ങളാണ് കൾച്ചർ ഉൾക്കൊള്ളുന്നത് എന്നാണ്. ഒന്നാമതായിട്ട് പറയുന്നത് കൾച്ചർ ഈസ് വേ ഓഫ് തിങ്കിങ്, ഫീലിംഗ് ആൻഡ് ബിലീവിങ് ആണ്. അതായത് നമ്മളുടെ ചിന്താരീതി, ഫീലിംഗ്, വികാരം, ബിലീവിങ്, വിശ്വാസം ഇവയൊക്കെ ഉൾക്കൊള്ളുന്നതാണ് എന്ത് സംസ്കാരം എന്ന് പറയുന്നത്. രണ്ടാമത്തേത് ദ ടോട്ടൽ വേ ഓഫ് ലൈഫ് ഓഫ് എ പീപ്പിൾ. ആളുകളുടെ എല്ലാ തരത്തിലുള്ള ജീവിത രീതികളും എന്താണ്? കൾച്ചർ എന്നതാണ്. മൂന്നാമത്തത് ആൻ അബ്സ്ട്രാക്ഷൻ ഫ്രം ബിഹേവിയർ. അതായത് നമ്മളുടെ പെരുമാറ്റത്തിലുള്ളൊരു സാങ്കല്പീകരണമാണ് കൾച്ചർ എന്നാണ് പറയുന്നത്. നാലാമത്തത് ലേൺഡ് ബിഹേവിയർ. അതായത് നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്ന ഒരു പെരുമാറ്റ രീതിയാണ് എന്ത് കൾച്ചർ എന്ന് പറയുന്നത്. ആൻഡ് എ സ്റ്റോർ ഹൗസ് ഓഫ് പൂൾഡ് ലേണിംഗ്. അതായത് ഒരു സമാഹരിക്കപ്പെട്ട ആളുകളുടെ ഒരു സംഭരണ കേന്ദ്രമാണ് എന്ത് കൾച്ചർ. ഓക്കെ, ആൻഡ് അടുത്തത് പറയുന്നത് ദ സോഷ്യൽ ലെഗസി ദ ഇൻഡിവിജ്വൽ എക്വയേഴ്സ് ഫ്രം ഹിസ് ഗ്രൂപ്പ്. ഒരു വ്യക്തി തൻ്റെ സമൂഹത്തിൽ നിന്നും, അതായത് കമ്മ്യൂണിറ്റി, റിലീജിയൻ, കാസ്റ്റ് ഇവയൊക്കെ ഉൾപ്പെടുത്തുന്ന ആ ഒരു സമൂഹത്തിൽ നിന്നും പാരമ്പര്യമായിട്ട് നേടുന്ന ഒരു പൈതൃകമാണെന്ത് സംസ്കാരം എന്ന് പറയുന്നത്. ആൻഡ് കൾച്ചർ ഈസ് എ സെറ്റ് ഓഫ് സ്റ്റാൻഡർഡൈസ്ഡ് ഓറിയൻറ്റേഷൻ ടു റിക്കറൻറ്റ് പ്രോബ്ലംസ്. റിക്കറൻറ്റ് പ്രോബ്ലംസ് മീൻസ് നമ്മൾ വീണ്ടും വീണ്ടും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സമൂഹം സ്വീകരിക്കുന്ന ഒരു സ്ഥിരമായിട്ടുള്ള രീതികളുടെ കൂട്ടത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കൾച്ചർ എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം ആളുകൾ എന്താണ് മരിക്കുന്നത്, അത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകുന്നൊരു പ്രോസസ്സാണ്. അപ്പോൾ അവിടെ നമ്മൾ ഒരു ശവസംസ്കാര രീതി കൊണ്ടുവരുന്നു. അപ്പോൾ അത് എന്തായി മാറും? അത് ഒരു കൾച്ചറിൻ്റെ ഒരു ഭാഗമായിട്ട് മാറും. അപ്പം ഇനി ലാസ്റ്റ് വൺ, എ മെക്കാനിസം ഫോർ ദ നോർമറ്റീവ് റെഗുലേഷൻ ഓഫ് ബിഹേവിയർ. അതായത് സമൂഹത്തിൽ അംഗീകരിച്ചിരിക്കുന്ന മാനദണ്ഡങ്ങളും മൂല്യങ്ങളും അടിസ്ഥാനമാക്കി മനുഷ്യരുടെ പെരുമാറ്റത്തെ നിയന്ത്രിക്കുകയും മാർഗനിർദ്ദേശം നൽകുകയും ചെയ്യുന്ന ഒന്നാണ് സംസ്കാരം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ കൂടെ, അതായത് ഇത്രയും കാര്യങ്ങളെയാണ് നമ്മൾ സംസ്കാരം അഥവാ കൾച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തതായിട്ട് പറയാനുള്ളത് വിവിധ തരത്തിലുള്ള
സംസ്കാരത്തെ പറ്റിയാണ്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ആ ഒരു ചാപ്റ്ററിൽ 3 തരത്തിലാണ് പറയുന്നത്. അതിൽ ഒന്നാമത്തത് കോഗ്നിറ്റീവ്, രണ്ടാമത്തത് നോർമറ്റീവ്, മൂന്നാമത്തത് മെറ്റീരിയൽ. ഇനി വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ കൾച്ചറിനെ, സംസ്കാരത്തെ 2ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. മെറ്റീരിയൽ കൾച്ചർ ആൻഡ് നോൺ മെറ്റീരിയൽ കൾച്ചർ. മെറ്റീരിയൽ കൾച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് തൊടാനും സ്പർശിക്കാനും കാണാനൊക്കെ സാധിക്കുന്ന തരത്തിലുള്ള സാധനങ്ങൾ, അതായത് ഇപ്പോൾ മോണ്യുമെൻറ്റ്സ്, അതേപോലെ തന്നെ ആർട്ടിഫാക്ട്സ് തുടങ്ങിയൊക്കെയാണ് നമ്മൾ മെറ്റീരിയൽ കൾച്ചറിൽ ഉൾപ്പെടുത്തുന്നത്. ഇനി നോൺ മെറ്റീരിയൽ കൾച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം ഇത് ഇന്നതാണ് എന്നറിയാം. അപ്പം ദേഷ്യം, സങ്കടം ഒക്കെ നമുക്ക് നമ്മളുടെ ആചാരാനുഷ്ഠാനങ്ങൾ, നമ്മളുടെ ഫോക്ക് വേസ് ഇതൊക്കെയാണ് എന്നൊക്കെ നമുക്കറിയാം. പക്ഷെ നമുക്കതിൽ കാണാനോ അല്ലെങ്കിൽ സ്പർശിക്കാനോ സാധിക്കില്ല. അപ്പോൾ അത്തരത്തിലുള്ളതിനാണ് നമ്മൾ നോൺ മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഈ നോൺ മെറ്റീരിയൽ കൾച്ചറിൽ ഉൾക്കൊള്ളുന്നതാണ് കോഗ്നിറ്റീവ് ആൻഡ് നോർമറ്റീവ്. ഓക്കെ, നമുക്ക് മനസ്സിലാക്കുവാനും അതേപോലെ തന്നെ കേൾക്കാനും ഒക്കെ സാധിക്കുന്നതിനാണ് നമ്മൾ കോഗ്നിറ്റീവ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളൊരു പുസ്തകം വായിക്കുന്നു. അപ്പോൾ ആ ഒരു പുസ്തകം വായനയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ കോഗ്നിറ്റീവ് എന്ന് പറയുന്നത്. ഇനി നോർമറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ സമൂഹത്തിലെ ചില റൂൾസ് ഓഫ് ബിഹേവിയർ ആണ്. നമ്മൾ ഇങ്ങനെ പെരുമാറണം, അങ്ങനെ പെരുമാറണം എന്നൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ട്. അതൊക്കെ എന്താണ്, ലൈക്ക് ഇറ്റ്സ് പാർട്ട് ഓഫ് കൾച്ചർ. അപ്പോൾ അത്തരത്തിലുള്ള ഫോക്ക് വേസ്, മോഡ്സ് തുടങ്ങിയവയാണ് നമ്മൾ നോർമറ്റീവിൽ ഉൾപ്പെടുത്തുന്നത്. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് കൾച്ചറൽ ഐഡൻറ്റിറ്റിയാണ്. കൾച്ചർ ആൻഡ് ഐഡൻറ്റിറ്റി. അപ്പം നമ്മൾ ഇപ്പോൾ ഓരോ കുടുംബത്തിലുള്ള ആളുകളും വ്യത്യസ്ത തരത്തിലുള്ള ആചാരങ്ങളും വ്യത്യസ്ത തരത്തിലുള്ള വിശ്വാസങ്ങളും വ്യത്യസ്ത റിലീജിയൻ, കാസ്റ്റ് ഇവയിലൊക്കെ ഉൾപ്പെടുന്ന ആളുകളാണ്. അപ്പം ഇവരൊക്കെ ഐഡൻറ്റിറ്റി വ്യത്യസ്തമായിരിക്കും അല്ലേ. ഇപ്പോൾ ഓരോ വീടിനും അതിൻ്റേതായിട്ടുള്ളൊരു നോമൻ ക്ലേച്ചറുണ്ട്, വീട്ടുപേരുണ്ട്. അപ്പോൾ നമ്മൾ അറിയപ്പെടുന്ന നമ്മളുടെ വീട്, നമ്മളുടെ അച്ഛനമ്മ, പാരൻസ്, അവരുടെ ഐഡൻറ്റിറ്റിയിൽ നിന്നാണ് നമുക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ടാവുന്നത് അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. ഇപ്പം മാത്രമല്ല നമ്മളിപ്പം നമ്മളുടെ ഏജ് എന്ന് പറയുന്നത് നമ്മളുടെ ഐഡൻറ്റിറ്റിയാണ്. അതായത് നമ്മളുടെ സെക്ഷൽ ഓറിയൻറ്റേഷൻ നമ്മളുടെ ഐഡൻറ്റിറ്റിയാണ്. നമുക്ക് ഇപ്പം നമ്മളുടെ പാരൻസിന് അത്യാവശ്യം ലൈക്ക് പ്രോപ്പർട്ടീസ്, അതേപോലെ തന്നെ നമ്മളുടെ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ടൊക്കെ കുറച്ച് ഉയർന്നതാണെങ്കിൽ അതും എന്താണ്, നമ്മളുടെ ഐഡൻറ്റിറ്റിയാണ്. അപ്പോൾ റിലീജിയൻ, ലാംഗ്വേജ്, ജെൻഡർ ഇതൊക്കെ എന്താണ്, നമ്മളുടെ ഐഡൻറ്റിറ്റിയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മളുടെ കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് അല്ലേ. മാത്രമല്ല നമ്മളിപ്പം നമ്മളുടെ വീടുകളിലും അതേപോലെ തന്നെ പുറത്തൊക്കെ വ്യത്യസ്ത തരത്തിലുള്ള റോൾസ്, അതായത് വിവിധ തരത്തിലുള്ള റോളുകൾ നമ്മൾ പ്ലേ ചെയ്യുന്നുണ്ട്. ഇപ്പം പറയുകയാണെങ്കിൽ ഇപ്പോൾ വീട്ടിൽ ഞാനിപ്പം മകളായിരിക്കാം, അച്ഛനും അമ്മയ്ക്കും മകളായിരിക്കാം. അറ്റ് ദ സെയിം ടൈം എനിക്ക് സിബ്ലിങ്സ് ഉണ്ടെങ്കിൽ ഞാൻ അവരുടെ ചേച്ചിയായിരിക്കാം അല്ലേ. അപ്പോൾ അവിടെ ഞാൻ മകൾ, ചേച്ചി തുടങ്ങിയിട്ടുള്ള ആ ഒരു റോൾസ് എന്ത് ചെയ്യുന്നുണ്ട്, കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇനി പുറത്തു പോയാൽ അവിടെ വ്യത്യസ്ത തരത്തിലുള്ള മറ്റ് റോളുകൾ പ്ലേ ചെയ്യുന്നു. ഇപ്പം സ്കൂളുകളിലാണെങ്കിൽ സ്റ്റുഡൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ടീച്ചറായിരിക്കാം. ഇനി വർക്കിംഗ് സ്ഥലത്താണെങ്കിൽ അതായത് ക്യാപിറ്റലിസ്റ്റ് ആയിരിക്കാം, വർക്കിംഗ് ക്ലാസ് ആയിരിക്കാം. അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ വിവിധങ്ങളായിട്ടുള്ള റോൾസൊക്കെ നമ്മൾ പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കൾച്ചർ ആൻഡ് ഐഡൻറ്റിറ്റിയിൽ നമുക്ക് പറയാനുള്ളത്. അടുത്തതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സബ് കൾച്ചേഴ്സുകളെ കുറിച്ചാണ്. എന്തൊക്കെയാണ് സബ് കൾച്ചേഴ്സ്, ഏതൊക്കെയാണ്, എന്താണത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, സബ് കൾച്ചറുകൾ നമുക്ക് ഒന്നാമതായിട്ട് പറയാനുള്ളത് എത്നോസെൻട്രിസമാണ്. എന്താണ് എത്നോസെൻട്രിസം എന്ന് പറഞ്ഞാൽ, നമ്മൾ ആദ്യമേ പറഞ്ഞു എല്ലാ ആളുകളുടെയും സംസ്കാരം അല്ലെങ്കിൽ എല്ലാ സൊസൈറ്റിയിലെയും സംസ്കാരം വ്യത്യസ്തമായിരിക്കും. അപ്പോൾ നമ്മുടെ സംസ്കാരം, കേരളത്തിൻ്റെ സംസ്കാരം ആയിരിക്കില്ല തമിഴ്നാടിൻ്റെ സംസ്കാരം. ഇനി സൗത്ത് ഇന്ത്യയുടെ മൊത്ത സംസ്കാരം ആയിരിക്കില്ല നോർത്ത് ഇന്ത്യയുടേത്. അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സംസ്കാരമാണ് നമ്മളുടെ വേൾഡിൽ ഉള്ളത്. അപ്പം നമ്മളുടെ സംസ്കാരമാണ് വലുത് എന്ന് പറഞ്ഞ് മറ്റ് സംസ്കാരങ്ങളെ മോശമായിട്ട് കണക്കാക്കുന്നതിനെയാണ് നമ്മൾ എത്നോസെൻട്രിസം എന്ന് പറയുന്നത്. ഇനി കൾച്ചറൽ ചേഞ്ച് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഒരു സമൂഹത്തിൻ്റെ സംസ്കാരത്തിൽ കാലക്രമേണ ഉണ്ടാകുന്ന മാറ്റങ്ങളെയാണ് നമ്മൾ കൾച്ചറൽ ചേഞ്ച് എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഫ്രാൻസിൽ നമ്മൾ ഫ്രഞ്ച് വിപ്ലവം പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഫ്രാൻസിലൊരു എസ്റ്റേറ്റ് സിസ്റ്റം നിലനിന്നിട്ടുണ്ടായിരുന്നു.
ആ ഒരു വിപ്ലവത്തിന് ശേഷം ആ എസ്റ്റേറ്റ് സിസ്റ്റം എന്തായി മാറി? ഡെമോക്രസിയിലേക്ക് മാറി. ഇനി ഇന്ത്യയുടെ സിറ്റുവേഷൻ എടുക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ആദ്യം എന്താണ് ജാതി വ്യവസ്ഥ നിലനിന്നിരുന്നു. അത് കഴിഞ്ഞ് രാജവാഴ്ച, പിന്നീട് ബ്രിട്ടീഷ് ഭരണം, അത് കഴിഞ്ഞ് ഇന്നത്തെ ജനാധിപത്യ ഭരണത്തിലേക്ക് അതെത്തി അല്ലേ. അപ്പോൾ കാലക്രമേണ ഉണ്ടാകുന്ന മാറ്റങ്ങളെയാണ് നമ്മൾ കൾച്ചറൽ ചേഞ്ച് എന്ന് പറയുന്നത്. ഇനി കൾച്ചറൽ ലാഗ് എന്ന് പറഞ്ഞാൽ സംസ്കാരത്തിലെ ചില ഭാഗങ്ങൾ വേഗത്തിൽ മാറുകയും മറ്റ് ചില ഭാഗങ്ങൾ എന്താ പറയുക ഈ ഒരു കാലത്തിനനുസരിച്ച് മാറാതിരിക്കുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കൾച്ചറൽ ലാഗ് എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ടെക്നോളജി ഇത്രയധികം ഡെവലപ്പായിട്ടും പഴയ ചിന്താഗതി ഉള്ള ആളുകൾ ഇപ്പോഴും ഉണ്ട് അല്ലേ. പഴയ രീതിയിൽ മാരേജ് ഫങ്ഷൻ, പഴയ രീതിയിലുള്ള ഭക്ഷണ രീതികൾ, ആചാരാനുഷ്ഠാനങ്ങൾ തുടങ്ങിയിട്ടുള്ളതൊക്കെ ഇപ്പോഴും ഫോളോ ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളതിനെയാണ് നമ്മൾ കൾച്ചറൽ ലാഗ് എന്ന് പറയുന്നത്. ഇനി കൾച്ചറൽ ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു സംസ്കാരം മറ്റൊരു സംസ്കാരത്തെ സ്വാധീനിക്കുന്നത്. ഇപ്പം ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളുടെ ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഉണ്ടായി അല്ലേ. അപ്പം ലൈക്ക് ഈ ഒരു ഗ്ലോബലൈസേഷൻ്റെ ഒക്കെ ഭാഗമായിട്ട് മക്ഡൊണാൾഡ്സ്, അതായത് ഇപ്പോൾ ബർഗർ പോലുള്ള ഭക്ഷണ സാധനങ്ങൾ നമ്മളുടെ ഇന്ത്യയിലുള്ള ആളുകൾ സ്വീകരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ജീൻസ്, നമ്മളുടെ വസ്ത്രധാരണ രീതി വളരെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അവരുടെ ലൈക്ക് വെസ്റ്റേൺ കൾച്ചറിലുള്ള വസ്ത്രധാരണ രീതി നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ അക്സെപ്റ്റ് ചെയ്തു. അപ്പം അത്തരത്തിലുള്ള ആ ഒരു സാംസ്കാരിക മാറ്റത്തെയാണ് നമ്മൾ കൾച്ചറൽ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു സംസ്കാരം മറ്റൊരു സംസ്കാരത്തെ വളരെയധികം സ്വാധീനിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കൾച്ചറൽ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാനുള്ളത്. ഇനി അടുത്തത് സോഷ്യലൈസേഷനാണ്. എന്താണ് സോഷ്യലൈസേഷൻ്റെ വിവിധ ഘട്ടങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഫ്രീ ആവുന്ന സമയത്ത് നിങ്ങൾ അതൊക്കെ ജസ്റ്റ് ചെക്ക് ചെയ്യാം. പിന്നെ നമുക്ക് ചെറുതായിട്ട് സോഷ്യലൈസേഷൻ എന്താണ്, ഏജൻസീസ് ഓഫ് സോഷ്യലൈസേഷൻ തുടങ്ങിയവ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഏജൻസീസ് ഓഫ് സോഷ്യലൈസേഷനുകളെ കുറിച്ച് പറഞ്ഞതിന് മുമ്പ് ഞാൻ ചെറുതായിട്ട് എന്താണ് സോഷ്യലൈസേഷൻ എന്ന് പറയാം. സോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ സാമൂഹികവൽക്കരണം എന്ന് പറയുമ്പോൾ ഒരു വ്യക്തി സമൂഹത്തിൻ്റെ ഭാഗമായിട്ട് മാറുന്നത്. അതായത് ഇപ്പോൾ ഒരു കുഞ്ഞ് ജനിക്കുമ്പം ആ കുഞ്ഞിന് ഒന്നും അറിയില്ല അല്ലേ. ക്രമേണ അവൻ വലുതായി വരുമ്പം അവൻ്റെ ആളുകളെ തിരിച്ചറിയുന്നു. അതേപോലെ തന്നെ ആ ഒരു ഫാമിലിയിൽ നിന്ന് അവൻ സമൂഹത്തെക്കുറിച്ച് അറിയുന്നു. എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യരുത് എന്നുള്ള കാര്യങ്ങളൊക്കെ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ച് ഒരു സാമൂഹിക ജീവിയായിട്ട് ഒരു വ്യക്തി മാറുന്നതിനെയാണ് നമ്മൾ സാമൂഹികവൽക്കരണം എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏജൻസീസ് ഓഫ് സോഷ്യലൈസേഷനാണ്. അതായത് സാമൂഹ്യവൽക്കരണം സാധ്യമാക്കുന്ന ഏജൻസികൾ. അത് ഒന്നാമത്തേത് ഫാമിലി, 2 സ്കൂൾ, 3 പിയർ ഗ്രൂപ്പ്, 4 സോഷ്യൽ ക്ലാസ്, 5 റീജിയൻസ് ആൻഡ് 6 റിലീജിയൻ, മാസ് മീഡിയ, ലോ. ഓക്കെ, ഫാമിലി എങ്ങനെയാണ് നമ്മളെ സാമൂഹ്യവൽക്കരിക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു കുഞ്ഞുണ്ടായി വരുന്ന സമയത്ത് അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് ഫാമിലിയാണ് അല്ലേ. ഫാമിലിയിൽ നിന്നാണ് അവന് സമൂഹത്തെക്കുറിച്ചും ആളുകളെക്കുറിച്ചും സംസ്കാരങ്ങളെക്കുറിച്ചൊക്കെ മനസ്സിലാക്കി വരുന്നത്. അവിടെയാണ് ഫാമിലിയുടെ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഫാമിലിയിൽ നിന്ന് നമ്മൾ അനൗപചാരികമായിട്ടുള്ള വിദ്യാഭ്യാസമാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ. നമ്മളുടെ എന്ത് ചെയ്യണം, നമ്മളുടെ ഫോക്ക് വേസ്, മോർസ്, ഇവയൊക്കെ നമ്മൾ ഫാമിലിയിൽ നിന്നാണ് പഠിച്ചെടുക്കുന്നത്. ഇനി രണ്ടാമത് സ്കൂളിൽ നിന്ന് നമ്മൾ ലോകത്തെ അറിയാൻ തുടങ്ങും. നമ്മളുടെ അധ്യാപകരിലൂടെ നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങുന്നു? ലോകത്തെ അറിയാൻ തുടങ്ങുന്നു അല്ലേ. ഇനി പിയർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ സമപ്രായക്കാരുടെ ഒരു സ്വാധീനം വളരെ വലുതാണ്. അപ്പോൾ നമ്മളെ അത് സോഷ്യലൈസ് ചെയ്യുന്നു ചോദിച്ചാൽ ഉണ്ട്. നമ്മളുടെ സമപ്രായക്കാരിൽ നിന്ന് നമ്മൾ നല്ലതും ചീത്തതുമായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഒരു ഏജൻസി തന്നെയാണ് പിയർ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇനി സോഷ്യൽ ക്ലാസ്സുകൾ അല്ലേ. സോഷ്യൽ ക്ലാസ്സുകൾ നമ്മളെ സ്വാധീനിക്കുന്നു. റീജിയൻസ് നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. റിലീജിയൻ, നമ്മളുടെ മതങ്ങൾ നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. ഇനി മാസ് മീഡിയകൾ, സോഷ്യൽ മീഡിയകൾ, ഇന്നത്തെ സൊസൈറ്റിയിൽ സോഷ്യൽ മീഡിയകൾ വളരെയധികം നമ്മളെ സ്വാധീനിക്കുന്നുണ്ട് അല്ലേ. വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ഇവയിലൂടെയൊക്കെ നമ്മൾ അറിവ് നേടുന്നു. അതേപോലെ തന്നെ ചില കാര്യങ്ങൾ നമ്മൾ അഡിക്റ്റഡ് ആവുന്നു. എല്ലാം നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ ലോ എന്ന് പറയുന്ന നല്ല കാര്യങ്ങളിലൂടെ നമ്മളെ നടത്താനും അതേപോലെ തന്നെ ഇന്ന കാര്യങ്ങൾ ചെയ്താൽ തെറ്റാണ് അല്ലെങ്കിൽ അതിന് ശിക്ഷാർഹമാണ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ
കൂടുതലായിട്ടും നല്ല രീതിയിൽ നടക്കാൻ ശ്രമിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അത്തരത്തിൽ ഇവയൊക്കെ എന്താണ് നമ്മളുടെ സാമൂഹികവൽക്കരണം സാധ്യമാക്കുന്ന ഏജൻസികളാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളെ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. അപ്പോൾ നിങ്ങളിവിടെ എന്താണ് സംസ്കാരം, വിവിധ തരത്തിലുള്ള സംസ്കാരങ്ങൾ ഏതൊക്കെ, അതേപോലെ തന്നെ സോഷ്യലൈസേഷൻ, ഏജൻസീസ് ഓഫ് സോഷ്യലൈസേഷൻ, ഇവയൊക്കെ എന്താണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ എൻ്റെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവർക്കും താങ്ക് യു.